നമസ്കാരം. ആദ്യമായി ബജാജിൻ്റെ ഇലക്ട്രിക് ഓട്ടോ ഓടിക്കുന്നവരും എടുക്കുന്നവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കാണുന്ന വാഹനം ഇലക്ട്രിക് ഓട്ടോയാണ്. ഇതിൻ്റെ ഹാൻഡിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. റിവേഴ്സ് മോഡും ഡ്രൈവ് മോഡും ന്യൂട്രും അതുകൂടാതെ തന്നെ മറ്റ് മോഡുകൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുന്നിലോട്ട് വരുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രൈറ്റും മുന്നിൽ കാണുന്ന സ്വിച്ചിൽ നമുക്കറിയാൻ സാധിക്കും. കൂടാതെ ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ സ്വിച്ചും താഴെ ഹോണിൻ്റെ സ്വിച്ചും ഹസാർഡിൻ്റെ സ്വിച്ചും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൂടാതെ വലതുഭാഗത്തെ ഹാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിൻ്റെ പാർക്കും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഓണും ഇതിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ മുന്നിലെ വൈപ്പറിൻ്റെ സ്വിച്ചും അതുകൂടാതെ മെനു ചേഞ്ചിങ് ഓപ്ഷൻ വരുന്നത് ഓഡോമീറ്ററിൻ്റെ റീഡിംഗ് വരുന്ന പോർഷനിലാണ്. ഇഗ്നിഷൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. ആദ്യം എല്ലാ മോഡുകളും തെളിഞ്ഞു വന്ന ശേഷമാണ് റീഡിംഗ് കാണിക്കുന്നത്. ഇപ്പോൾ 73 കിലോമീറ്റർ ഓടുവാനായിട്ടുള്ള ചാർജ് ഇപ്പോൾ നിലവിൽ ഈ ഓട്ടോറിക്ഷയ്ക്കുണ്ട്. അതുകൂടാതെ ന്യൂട്രൽ മോഡിലാണ് കിടക്കുന്നത്. നമുക്ക് ഓഡോമീറ്റർ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. വലതുഭാഗത്തെ ഹാൻഡിലിൻ്റെ മെനു സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് പ്രസ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ കാണുന്ന മോഡുകളെല്ലാം മാറുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ ഡ്രൈവ് മോഡിലോട്ട് ഈ ഓട്ടോറിക്ഷ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ കൂടിയും ബ്രേക്കിൽ കാല് വെച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് എടുക്കുവാനായിട്ട്. ഭയങ്കരമായിട്ടുള്ള പവർ ഈ വാഹനത്തിനുണ്ട്. അതുകൊണ്ട് നിലവിൽ ഡീസൽ ഓട്ടോയോ പെട്രോൾ ഓട്ടോയോ ഓടിച്ചവർക്കാണെങ്കിൽ ഇതെടുക്കുന്ന സമയത്ത് വാഹനം കയ്യിൽ നിൽക്കാത്തൊരു അവസ്ഥ വരും. ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് സ്റ്റാർട്ടാണോ എന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.